CPM-ന് പിന്നാലെ റോഡ് കയ്യേറി CPI-യും സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് കയ്യേറി CPI അനുകൂല സർവീസ് സംഘടനയുടെ സമരം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, രോഹിണി 2 ദിവസമായിട്ടുള്ള ഈ രാപ്പകൽ സമരത്തിന്റെ വേദിയാണ് ഇപ്പോൾ. ആ വേദിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോഡ് കയ്യേറിയിരിക്കുന്നത്. റോഡ് മാത്രമല്ല, നടപ്പാത അടക്കം കയ്യേറിക്കൊണ്ടാണ് ഈ ജോയിന്റ് കൗൺസിലിന്റെ സമരം നടക്കുന്നത്, സത്യാഗ്രഹം നടക്കുന്നത്. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന നേതാക്കളടക്കം വേദിയിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ജയചന്ദ്രൻ കല്ലിങ്കൽ അടക്കമുള്ളവർ ഈ വേദിയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ ഇരിക്കുന്ന വേദി, അതായത് ഈ നേതാക്കളെല്ലാം ഇരിക്കുന്ന വേദി പോലും റോഡിന് പുറത്തേക്ക് സ്റ്റേജായി കെട്ടിവെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. 2 ദിവസത്തെ രാപ്പകൽ സമരമാണ്, ഇന്നലെയും ഇന്നുമായി നടക്കുന്ന രാപ്പകൽ സമരമാണ്. ആ സമരത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ റോഡ് കയ്യേറിയിരിക്കുന്നത്. നമുക്കറിയാം, മഞ്ചൂരിലെ സംഭവം അറിയാം. മഞ്ചൂരിൽ CPM-ന്റെ ഏരിയ സമ്മേളനത്തിന് വേണ്ടി റോഡ് കയ്യേറിയതും അതുണ്ടാക്കിയ വിവാദങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നടക്കം പരാമർശങ്ങൾ ഉണ്ടാകുകയും മഞ്ചൂർ SHO അടക്കം വിളിക്കുന്ന നടപടിയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഒട്ടേറെ വിമർശനങ്ങൾക്കിടയാക്കുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു സാഹചര്യമാണ് CPI-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സർവീസ് സംഘടനയുടെ രാപ്പകൽ സമരമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തുന്ന രാപ്പകൽ സമരമാണ്. ഇന്നലെ വലിയ തിരക്കായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്. ജനങ്ങൾ, ഒരുപാട് പേർ, പ്രവർത്തകർ വന്നതോടെ ഗതാഗതം അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെയും ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യമാണ്. നമുക്കറിയാം, ഈ പ്രഭാത സമയം എന്ന് പറയുന്നത് നിരവധി യാത്രക്കാർ പോകുന്നതാണ്, മറ്റ് ഉദ്യോഗസ്ഥരടക്കം പല സ്ഥലങ്ങളിലേക്ക് വന്നു പോകുന്നതാണ്. അങ്ങനെ ഉള്ള സ്ഥലത്തേക്ക് റോഡ് കയ്യേറിക്കൊണ്ടൊരു സമരത്തിന് വേദി ഒരുക്കുന്നതോടുകൂടി ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് വളരെ വലുതായി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പലരും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഈ അധികൃതരുടെ ഭാഗത്തുള്ളത്. നമുക്കറിയാം, ഈ പല കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വാർത്തകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളടക്കം വരുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ അവർ അവസരം തരാറില്ല. മാധ്യമങ്ങളുടെ വണ്ടിക്കടക്കം പെറ്റി അടിക്കുന്ന സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ട്രാഫിക് നിയന്ത്രണമുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, ഈ വാഹനങ്ങളെല്ലാം നിർത്തിയിടുന്ന റോഡിൽ തന്നെ നിർത്തിയിട്ട് ആളിനെ ഇറക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു വാഹനം നിർത്തിയിട്ടാൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ആളുകൾ ക്രോസ് ചെയ്ത് പോകുന്നതെല്ലാം വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഈ നടപടിയിലൂടെ. ഇതിന് അനുമതി എങ്ങനെ ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പം അനുമതി നൽകിയതടക്കമുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ റോഡ് കയ്യേറിക്കൊണ്ട് ഈ സ്റ്റേജ് നിർമ്മിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനുമതി എങ്ങനെ നൽകി, അനുമതി എങ്ങനെ ലഭിച്ചു എന്നടക്കമാണ് ഇപ്പോൾ ചോദ്യമായി നിൽക്കുന്നത്. എന്തായാലും ഒരു 100 മീറ്ററോളം നീളത്തിലാണ് ഇത്തരത്തിൽ വേദി ഒരുക്കിയിരിക്കുന്നത്. വേദിയും അതുപോലെ തന്നെ ഇരിപ്പിടങ്ങളടക്കം ഒരുക്കിയിരിക്കുന്നത് സർവീസ് സംഘടനയായ CPI-യുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരമാണ് ഈ വേദി എന്ന് പറയുന്നത്. അവിടെയാണ് സംസ്ഥാന നേതാക്കൾ അടക്കം ഉണ്ട്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന വേദിയാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ ഈ വേദി റോഡ് കയ്യേറിക്കൊണ്ട്, നടപ്പാതയടക്കം കയ്യേറിക്കൊണ്ടൊരു ജനദ്രോഹം പരമായൊരു നടപടിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ അടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു സമീപനം ഉണ്ടായിരിക്കുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ട്. നടന്നു പോകാൻ പോലും കഴിയാത്ത ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നടന്നു പോകണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് MG റോഡിന് മുന്നോട്ട് നടന്നു പോകണമെങ്കിൽ റോഡിലൂടെ നടന്നു പോകേണ്ട ഒരവസ്ഥയാണ്. വാഹനങ്ങൾ വലിയ തോതിൽ വരികയും ചെയ്യുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. ട്രാഫിക് ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രാപ്പകൽ സമരത്തിന് ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരവേദിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. CPM-ന് സമാനമായി CPI-യും റോഡ് കയ്യേറി ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരവേദി നിർമ്മിച്ചിരിക്കുകയാണ്. വലിയ ജനത്തിരക്കുള്ള നഗരഹൃദയ ഭാഗത്താണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വേദി മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്, സാധാരണക്കാർ നടന്നു പോകുന്നവർ എത്ര ബുദ്ധിമുട്ടിയാണ് വാഹനത്തിരക്കിനിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്നുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.